നമസ്കാരം. നിസ്സാര കാര്യങ്ങൾക്ക് മൂഡ് ഓഫ് ആകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായും നിങ്ങൾക്കുള്ളതാണ്. മറ്റൊരാളുടെ ഒരു നോട്ടത്തിനോ ഒരു ചിരിക്കോ ഒരു ഭാവമാറ്റത്തിനോ അവരുടെ ചുണ്ടുകൊട്ടിയുള്ള ഒരു ഭാവത്തിനോ പോലും നമ്മളുടെ ഒരു ദിവസം നശിപ്പിച്ചു കളയാൻ കഴിയും എന്നുള്ളത് സത്യമല്ലേ? ഉദാഹരണത്തിന്, നമ്മൾ വളരെ കാലങ്ങളായി കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരാൾ, എന്തൊക്കെയോ സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന ഒരാൾ, നമ്മൾക്ക് അവരെ കാണാൻ അവസരം ലഭിക്കുന്നു, അവർ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നു, നമ്മൾ അവരോട് സംസാരിച്ചു തുടങ്ങിയ ഉടനെ തന്നെ അവരുടെ മുഖത്ത് ചില അനിഷ്ടം അല്ലെങ്കിൽ ഒരു താല്പര്യക്കുറവ് ഒക്കെ നമുക്ക് ചിലപ്പോൾ വെറും തോന്നലായിരിക്കും, തോന്നുകയാണ്. അവർ ഇടയ്ക്ക് വാച്ചിലേക്ക് നോക്കുന്നു, ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നു. എങ്കിൽ സ്വാഭാവികമായും നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത്, നമ്മൾ എന്താണോ പറയാൻ വന്നത്, ആ കാര്യം നമ്മൾക്ക് പറയാൻ സാധിക്കുകയില്ല. നമ്മളുടെ എല്ലാ കോൺഫിഡൻസ് പോവും, നമ്മൾ ടെൻഷനാവും, സ്ട്രെസ്ഡ് ആവും എന്നുള്ളതാണ് വസ്തുത. ശരിയല്ലേ? അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവരോട് തുറന്ന് പെരുമാറുന്ന സമയത്തെല്ലാം നമ്മളുടെ ഉള്ളിലെ ചിന്ത, അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലേ, ഞാൻ സംസാരിച്ച രീതി ശരിയായില്ലേ, അല്ലെങ്കിൽ അവർക്ക് എന്നോടെങ്കിലും ദേഷ്യമുണ്ടോ, ഇത്തരം കാര്യങ്ങളായിരിക്കും നമ്മളുടെ മനസ്സിൽ മുഴുവൻ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ജീവിതത്തിൽ തിരിച്ച് വീട്ടിലെത്തിയാൽ കുടുംബക്കാരുമായി നമ്മൾക്ക് വേണ്ട വിധത്തിൽ സന്തോഷിക്കാൻ സാധിക്കുകയില്ല. നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയമുള്ള ഒരാളെ കണ്ടാൽ പോലും അവരോട് മനസ്സ് തുറന്ന് ഇടപെടാൻ സാധിക്കില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണ സാധനം നമുക്ക് ലഭിച്ചാൽ നമുക്കത് ആസ്വദിച്ച് കഴിക്കാൻ സാധിക്കില്ല. കാരണം നമ്മളുടെ മനസ്സിൽ ആ മനുഷ്യന്റെ മുഖത്തുണ്ടായ ആ അനിഷ്ടം എന്ന് നമ്മൾ വിചാരിച്ച ആ ഒരു ഭാവമായിരിക്കും നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ ദിവസം ചിലപ്പോൾ 1, 2, 3 ദിവസത്തിലധികം വേണ്ടി വരും നമ്മൾ അതിൽ നിന്ന് ഒന്ന് റിക്കവറായി വരാൻ. ശരിയല്ലേ? അതുമല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്നു. നമ്മൾ വളരെ സ്ലോവിൽ, വളരെ മര്യാദയോടുകൂടി ശ്രദ്ധാപൂർവം വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്നതിനിടയിൽ അശ്രദ്ധമായി അമിത വേഗതയിൽ അഹങ്കാരത്തോടുകൂടി വന്ന ഒരു മനുഷ്യൻ നമ്മളെ അപകടകരമായ രീതിയിൽ ഓവർടേക്ക് ചെയ്ത് മുന്നിലേക്ക് പോകുന്നു. വലിയ ഒരു അപകടം, തലനാരിഴയ്ക്ക് ഒരു വലിയ അപകടം ഒഴിവാകുന്നു. ആ അപകടം ഒഴിവായ ഒരു ആശ്വാസത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആ ഓവർടേക്ക് ചെയ്തു പോയ മനുഷ്യൻ ധിക്കാരത്തോടുകൂടി, അഹങ്കാരത്തോടുകൂടി തല പുറത്തേക്കിട്ട് എന്തൊക്കെയോ ആക്രോശിക്കുന്നു, കൈകൊണ്ട് മോശം ആംഗ്യം കാണിക്കുന്നു എന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും എന്തായിരിക്കും നമ്മളുടെ മാനസികാവസ്ഥ? നമ്മൾ ആകപ്പാടെ ഫ്രസ്ട്രേറ്റഡ് ആകും. അന്നത്തെ ദിവസം തകരാൻ ആ ഒറ്റ കാരണം മതി. കാരണം നമ്മൾ ചിന്തിക്കുന്നത് ഇത്രയാണ്: നമ്മൾ എത്ര മര്യാദപൂർവ്വമാണ് വാഹനം ഡ്രൈവ് ചെയ്തത്, തെറ്റ് ഞാൻ ചെയ്തിട്ടില്ലല്ലോ, തെറ്റ് ചെയ്തത് മൊത്തം ആ വ്യക്തിയല്ലേ, അയാളല്ലേ അശ്രദ്ധയോടുകൂടി അപകടകരമായ രീതിയിൽ വണ്ടി ഓടിച്ചു പോയത്. എന്നിട്ടും എന്തേ അയാൾ എന്നോട് ഇങ്ങനെ ചെയ്തത്? എനിക്ക് അയാളോട് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ, പ്രതികാരം ചെയ്യാൻ പറ്റിയില്ലല്ലോ. അന്നുള്ള വലിയ ഒരു ഫ്രസ്ട്രേഷൻ നമ്മളുടെ മനസ്സിൽ വളരുകയും നമ്മൾ അന്ന് ഒരു പ്രധാനപ്പെട്ട ബിസിനസ് മീറ്റിങ്ങിനാണ് പോകുമെന്ന് വിചാരിക്കുക. ആ മീറ്റിങ്ങിൽ എത്തിയാൽ പോലും നമ്മൾ എന്താണോ അവിടെ പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, നമ്മൾ എന്താണോ അവിടെ പറയാൻ ഉദ്ദേശിച്ചത്, ആ കാര്യം വേണ്ട വിധത്തിൽ നമ്മൾക്ക് പറയാൻ സാധിക്കാതെ അന്നത്തെ ദിവസം മൊത്തം നമ്മൾ നശിച്ചു പോകുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. കാരണം നമ്മൾ എന്തെങ്കിലും പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കൺമുമ്പിൽ വരുന്നത് ആ വ്യക്തി നമ്മളോട് കാണിച്ച അഹങ്കാരത്തോടു കൂടി കാണിച്ച, ധിക്കാരത്തോടു കൂടി കാണിച്ച ആ ആംഗ്യവും ആക്രോശങ്ങളുമായിരിക്കും. ശരിയല്ലേ? അതുപോലെ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ സ്ഥിരമായി വിളിക്കാറുണ്ടായിരുന്ന, നമ്മൾക്ക് വലിയ മാനസിക അടുപ്പമുള്ള, നമ്മളോട് തിരിച്ചും മാനസിക അടുപ്പമുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന ചില ആളുകൾ, ആരെങ്കിലും ഒരാളെ നമ്മൾ ഫോൺ വിളിക്കുകയാണ്, അയാൾ ഫോൺ എടുത്തില്ല. സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കുക എന്തെങ്കിലും തിരക്കായിട്ടായിരിക്കും, തിരിച്ചു വിളിക്കുമായിരിക്കും എന്ന് വിളിച്ചാശ്വസിക്കും. 2 മണിക്കൂറായി, നമ്മൾക്ക് അത്രയും പ്രധാനപ്പെട്ട ആളായിരിക്കും എന്നത് പ്രത്യേകം ഓർമ്മിക്കുക. 2 മണിക്കൂർ കഴിഞ്ഞു, 3 മണിക്കൂർ കഴിഞ്ഞു, അന്ന് വൈകിട്ടായി, തിരിച്ചു വിളിച്ചില്ല. സ്വാഭാവികമായും നമ്മളുടെ മനസ്സിൽ ആ ഒരു ടെൻഷൻ വരും. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? പിറ്റേ ദിവസവും വിളിച്ചില്ല, 2 ദിവസവും വിളിച്ചില്ല എങ്കിൽ നമ്മൾ എന്തായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരിക? നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും. അയാൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലേ, ആ ആളുമായിട്ട്
വ്യക്തിയുമായിട്ടുണ്ടായിരുന്ന ബന്ധത്തെ പറ്റി നമ്മളിങ്ങനെ ചുഴിഞ്ഞ് പുറകെ ചിന്തിക്കും. ഞാൻ എന്തെങ്കിലും ചെയ്തിരുന്നോ, ഞാൻ എന്തെങ്കിലും സംസാരിച്ചിരുന്നോ, എന്തെങ്കിലും തെറ്റ് ചെയ്തിരുന്നോ, എന്നോട് ഇങ്ങനെ പെരുമാറാൻ എന്താണ് കാരണം, അല്ലെങ്കിൽ ഞാനൊരു ശല്യക്കാരനായിട്ട് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവുമോ, എന്തുകൊണ്ടായിരിക്കും എന്നെ തിരിച്ചു വിളിക്കാത്തത് എന്നുള്ള ചിന്ത നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. ദിവസങ്ങളോളം ഈ ഒരു ടെൻഷൻ, അയാൾ എപ്പോഴാണോ തിരിച്ചു വിളിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു വിഷയം ക്ലാരിഫൈ ചെയ്യുന്നത് വരെ നമ്മളുടെ ഉള്ളിൽ ആ പ്രശ്നം നിലനിൽക്കും എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ അയാൾ നമ്മൾ വിളിക്കുന്ന സമയത്ത് അദ്ദേഹം വാഹനം ഡ്രൈവ് ചെയ്യുകയായിരുന്നിരിക്കാം, എന്തെങ്കിലും അർജന്റ് മീറ്റിംഗിലായിരുന്നായിരിക്കാം, നമ്മുടെ കോൾ കാണും, തിരിച്ചു വിളിക്കാമെന്ന് വിചാരിക്കും, എന്തെങ്കിലും സാഹചര്യത്തിന്റെ പേരിൽ ചിലപ്പോൾ മറന്നു പോയതൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ അതിനെയെല്ലാം ചിന്തിച്ച് വളരെ എന്താ പറയാ ടെൻഷൻ നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ ദിവസങ്ങളോളം കൊണ്ടു നടക്കുന്ന രീതിയിലേക്ക് ഈ ടെൻഷൻ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് സത്യം. ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിൽ നമ്മളോട് ഇത്തരത്തിലൊക്കെ പെരുമാറുന്ന ആളുകളുടെ അവസ്ഥ ഒരുപക്ഷെങ്കിൽ അവര് എന്തെങ്കിലും ഒരു പ്രത്യേക മാനസികാവസ്ഥയിലായിരിക്കാം നമ്മോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്ന സമയത്ത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാനസിക സംഘർഷത്തിലായിരിക്കാം, മറ്റെന്തെങ്കിലും ദുരനുഭവം പേറി വരുന്ന സമയത്തായിരിക്കാം, അതും അല്ലെങ്കിൽ അവരുടെ ഒരു പ്രത്യേക മാനസികാവസ്ഥ, ജനിച്ചു വളർന്ന സാഹചര്യം അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും. അതൊക്കെ നമ്മൾ വളരെ പേഴ്സണലായി എടുക്കുന്നു എന്നുള്ളതാണ്. അവരുടെ പെരുമാറ്റം നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി വളരെ പേഴ്സണലായിട്ട് എടുക്കുകയും അവരുടെ ആ പെരുമാറ്റത്തെ അവര് നമ്മൾക്ക് നൽകുന്ന ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റായി നമ്മൾ കാണുകയും ചെയ്യും. അതനുസരിച്ച് നമ്മളുടെ ജീവിതത്തിന്റെ നിലവാരം താഴുകയും നമ്മൾ അതിനെ വലിയൊരു സ്ട്രെസ്സായി കൊണ്ടു നടക്കുകയും ചെയ്യും എന്നുള്ളതാണ് വസ്തുത. എന്ന് വെച്ചാൽ ചുരുക്കിൽ പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും നമ്മളുടെ മൂഡിന്റെയും ഉത്തരവാദിത്വം മറ്റു പലരെയും ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ്. ചിന്തിച്ചു നോക്കി എത്ര അപകടകരമായ ഒരു അവസ്ഥയാണ് എന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഒരു ബാഗും തോളിലിട്ട് നടക്കുകയാണ്. ആ ബാഗിലേക്ക് പല സ്ഥലത്തുനിന്ന് പല വഴികളിൽ വെച്ച് ഓരോരുത്തർ ഭാരമുള്ള ഓരോ കല്ലുകൾ പിറക്കിയിടുകയാണ്. ഇത്തരത്തിലുള്ള പെരുമാറ്റത്തിലൂടെ ഓരോരോ കല്ലുകൾ പിറക്കിയിടുകയാണ്. ആ കല്ലുകൾ പിറക്കിയിട്ട് അവരുടെ ജീവിതവുമായി മുന്നോട്ട് പോയി. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ ഓരോരുത്തരും നമ്മളുടെ ചുമലിൽ കിടക്കുന്ന ബാഗിലേക്ക് പിറക്കിയിട്ട കല്ലുകളുടെ ഭാരം കൂടി വന്ന് നമ്മൾ ആ ഭാരം ചുമന്ന് തളർന്ന് നമ്മളുടെ ജീവിതത്തിൽ വയ്യാതാവുന്നു എന്നുള്ളതാണ്. ഇതൊന്നും അറിയുന്നേയില്ല. ഈ ചെയ്ത ആളുകൾ ഇതൊന്നും അറിയുന്നേയില്ല. അവരുടെ സ്വഭാവ വൈശിഷ്ട്യത്തിന്റെ ഭാഗമായും അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായും ഒക്കെ അവർ അതൊക്കെ ചെയ്തതിനു ശേഷം അവരുടെ സ്വാഭാവിക ജീവിതത്തിലേക്ക് കടന്നു പോവുകയും അവർ ഇതൊന്നും അറിയാതെ ജീവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ ബാഗിനകത്ത് ഈ ഭാരം പേറിക്കൊണ്ട് ജീവിതകാലം മൊത്തം നടക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ശരിയല്ലേ? എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും താക്കോൽ മറ്റാരുടെയൊക്കെയോ പ്രവൃത്തികളിലും അവരുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്? ഇതിനൊരു പരിഹാരമുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് ആ പരിഹാര മാർഗം? ഈ ഭാരം നമ്മൾ എങ്ങനെയാണ് ചുമക്കാതെ ഒഴിവാക്കി നിർത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പൂർണ്ണമായും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിൽ പലരുടെയും ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ ജീവിക്കുന്നത് മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി, മറ്റുള്ളവരുടെ അംഗീകാരം നേടിയെടുക്കാൻ വേണ്ടി, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, അവരുടെ മുൻപിൽ നല്ല പിള്ള ചമയാൻ വേണ്ടി, അവരുടെ മുമ്പിൽ മേനി നടിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആ പ്രശ്നത്തിൽ നിന്നാണ് ഈ വിഷയങ്ങളൊക്കെ ഉടലെടുക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളൊന്നും അല്ല ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ സെന്റർ അല്ല കേന്ദ്രം എന്ന് പറയുന്നത്. എല്ലാ ആളുകളും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ എല്ലാ ആളുകളും നമ്മളുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനിരിക്കുകയോ എല്ലാ ആളുകളും നമ്മളെ നന്മ കണ്ടുപിടിക്കാനിരിക്കുകയോ എല്ലാ ആളുകളും നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടോ എല്ലപ്പോഴും നമ്മളെ പറ്റി ഓർത്തുകൊണ്ടോ നമ്മളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയോ ഇരിക്കുന്ന ആളുകളല്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ഇതാണ് യഥാർത്ഥ അടിസ്ഥാനം. ഈ കാര്യം മനസ്സിലാക്കിയാൽ തന്നെ നമ്മളുടെ ഇത്തരത്തിലുള്ള പകുതി പ്രശ്നം തീർന്നു എന്നുള്ളതാണ്. നമുക്കുണ്ടാവുന്ന ഇത്തരം വിഷയങ്ങളൊക്കെ
നമ്മളുടെ മാത്രം ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് കുഴപ്പം. എല്ലാ വ്യക്തികളുടെയും, നമ്മളുടെ ചുറ്റിലുമുള്ള എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പല പല പ്രശ്നങ്ങളിലൂടെയാണ് എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും പ്രശ്നങ്ങളിലാണ്. എല്ലാവരും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഓരോ ദിവസവും അഭിമുഖീകരിക്കുന്നുണ്ട്. എല്ലാവരും ഇരുട്ടിലാണ്. അവരൊക്കെ അവരുടെ ഇരുട്ട് മാറ്റാനുള്ള ടോർച്ചാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ നമ്മളുടെ കാര്യങ്ങളിലേക്ക് നോക്കി, നമ്മളുടെ വിഷയങ്ങളിലേക്ക് ഇരിക്കൽ മാത്രമല്ല എല്ലാ ആളുകളുടെയും കാര്യമെന്ന് മനസ്സിലാക്കുക. ചില ആളുകളൊക്കെ അത്തരത്തിലുണ്ടാവാം. അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ അവഗണിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റൊന്ന്, എല്ലാവരും നന്നാക്കേണ്ട ചുമതലയൊന്നും നമുക്കില്ല. എല്ലാ ആളുകളെയും നന്നാക്കി കളയാമെന്നും നമ്മൾ വിചാരിക്കേണ്ട. ഓരോന്ന് പെരുമാറുന്ന സമയത്ത് അവരുടെ അന്നത്തെ മാനസികാവസ്ഥ അനുസരിച്ച്, അവരുടെ സംസ്കാരം അനുസരിച്ച്, അവരുടെ ജനിച്ചു വളർന്ന സാഹചര്യം അനുസരിച്ച്, അവരുടെ പാരമ്പര്യം അനുസരിച്ച് ഒക്കെ പലതരത്തിൽ സംഭവിക്കുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു പ്രത്യേക മാനസികാവസ്ഥയിലുള്ള ഒരു എടുത്തിയാട്ടത്തിന് പുറത്ത് സംഭവിക്കുന്നതായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ മറുപടി കൊടുത്തേ അടങ്ങൂ. നമ്മൾ അവർക്ക് തിരിച്ച് അവരോട് പ്രതികരിച്ചേ അടങ്ങൂ എന്നുള്ള വാശി വേണ്ട. ഇതിനൊക്കെ ഉള്ള അവരവർ ചെയ്യുന്നതിനുള്ള പ്രവൃത്തിയുടെ ഫലം നല്ലതാണെങ്കിൽ നല്ലതായി, മോശമാണെങ്കിൽ മോശമായി ഈ പ്രപഞ്ച ശക്തി, ഈ പ്രപഞ്ചം കൊടുക്കും എന്നാദ്യം മനസ്സിലാക്കുക. അവരുടെയൊക്കെ മുൻപിൽ നമ്മളൊന്ന് താഴ്ന്നു കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ വിട്ടുകളയുക എന്നുള്ളൊരു മനോഭാവം സ്വീകരിക്കുന്നതോടുകൂടി നമ്മൾ തോൽക്കുകയല്ല, മറിച്ച് നമ്മളുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും കൂടുതലായി നേടിയെടുക്കുകയാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇതൊന്നും നമ്മുടെ കുറ്റമല്ല, അവരുടെ വിജയവുമല്ല എന്ന് ആദ്യം തിരിച്ചറിയണം. എന്ന് വെച്ചാൽ നമ്മളുടെ വിജയത്തിന്റെ അല്ലെങ്കിൽ നമ്മളുടെ സന്തോഷത്തിന്റെയും ശാന്തിയുടെയും താക്കോൽ നമ്മൾ മറ്റൊരാളുടെ പെരുമാറ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല, അതും മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കില്ല. എൻ്റെ സന്തോഷവും എൻ്റെ സമാധാനവും എൻ്റെ ഉള്ളിലാണ്. അത് ഞാനാണ് നിശ്ചയിക്കുന്നത്. അത് ആരാലും തകർക്കാൻ കഴിയുകയില്ല എന്ന് ആദ്യം ഉറച്ചു വിശ്വസിക്കുക. ജോർജ് ബെർണാഡ് ഷാ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ പേഴ്സണൽ വാട്സാപ്പിലൊക്കെ സ്റ്റാറ്റസ് ആക്കിയിട്ടിരിക്കുന്നതാണ്. നമ്മൾ പന്നികളോട് ഗുസ്തി പിടിക്കാൻ നിൽക്കരുത് എന്നുള്ളതാണ്. പന്നികളത് നന്നായി ആസ്വദിക്കും. പക്ഷേ നമ്മളിലും ചെളി അല്ലെങ്കിൽ കരി പുരളും എന്നുള്ളതാണ്. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവരുടെ ജീവിതത്തിൽ ഒരു വിഷയമേ അല്ല, അവരുടെ ജന്മ സ്വഭാവമാണ്. അവരിതൊക്കെ നന്നായി ആസ്വദിക്കും. അവർക്കിതൊന്നും നഷ്ടപ്പെടാനില്ലാത്ത ആളുകളാണ്. പക്ഷെ നമ്മൾ അത്തരത്തിലുള്ള ആളുകളല്ല. നമ്മൾ ചെളി പുരണ്ട് ജീവിക്കേണ്ടവരല്ല എന്ന് മനസ്സിലാക്കുക. അതോടുകൂടി ഈ വിഷയത്തിന് പൂർണ്ണമായ മനസ്സിൽ നമുക്ക് ഒരു ഉത്തരം ലഭിക്കും എന്നുള്ളതാണ്. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ എല്ലാ ആളുകളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയെ പറ്റിയുള്ള കമന്റുകൾ, അത് നല്ലതായാലും മോശമായാലും ധൈര്യസമേതം കമന്റ് ബോക്സിൽ കുറിക്കുക. ഇത് വേറൊരാൾ കൂടി ഉപകാരപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് ഈ ഒരു വീഡിയോ തൽക്കാലം ഇവിടെ ചുരുക്കുകയാണ്. ഇനി മറ്റൊരു വീഡിയോവുമായി മറ്റൊരു ദിവസം കാണും വരെ എല്ലാവർക്കും ശുഭ ആശംസകൾ. നന്ദി, നമസ്കാരം.